ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദസ്തക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ആണ്. 6ാമത്തെ യൂണിറ്റിന്റെ പേരാണ് ബാൻസുരി. ഈ യൂണിറ്റിൽ എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. മനു ഓർ ബാൻസുരി, കഹാനി അഥവാ കഥ, രോത്തി ക്യോ, വാർത്താലാപ് അഥവാ സംഭാഷണം, ബാൻസുരി കി സോച്ച്, സോച്ച് അഥവാ ചിന്ത, ബാൻസുരി കവിത. ഇനി യൂണിറ്റിലേക്ക് കടക്കാം. ഇക്കായി ചഹ്, യൂണിറ്റ് 6, ബാൻസുരി ഓടക്കുഴൽ. ബാൻസുരി എന്ന് എഴുതിയതിന് താഴെയായി 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ എന്താണെന്ന് നോക്കാം. ചിത്രമേ ക്യാ ക്യാ ഹെ? ചിത്ര, ചിത്രം. ക്യാ, എന്ത്. ചിത്രത്തിൽ എന്തെല്ലാമാണുള്ളത്? കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും, ചിത്രത്തിൽ നദിക്കരയിലെ കല്ലിന് മുകളിൽ ഇരുന്ന് ഒരാൺകുട്ടി ഓടക്കുഴൽ വായിക്കുകയാണ്. അവന് ചുറ്റിലും മാൻ, മയിൽ, മുയൽ, അണ്ണാൻ, തവള, മീൻ തുടങ്ങിയ ജീവജന്തുക്കൾ നിൽപ്പുണ്ട്. മരത്തിന് മുകളിൽ കിളികളുണ്ട്. അതുകൂടാതെ ചിത്രത്തിൽ ഒരു വീട്, കുറച്ച് ചെടികൾ എന്നിവയുമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഹിന്ദിയിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ചിത്രമേ, ചിത്രത്തിൽ, നദി കെ കിനാരെ, നദിക്കരയിലെ, പത്ഥർ കെ ഊപ്പർ ബൈഠ്കർ, കല്ലിന് മുകളിൽ ഇരുന്നിട്ട്, ഏക് ലഡ്ക, ഒരു ആൺകുട്ടി, ബാൻസുരി ബജാ രഹാ ഹെ, ഓടക്കുഴൽ വായിക്കുകയാണ്. ഉസ്കെ ചാരോ ഓർ, അവന് 4 പാടും, ഹിരൺ, മാൻ, മോർ, മയിൽ, ഖർഗോഷ്, മുയൽ, ഗിൽഹരി, അണ്ണാൻ, മേണ്ഡക്, തവള, മച്ചിലി, മീൻ ആദി ജീവ് ജന്തുവാ ഖഡേ ഹെ, തുടങ്ങിയ ജീവജന്തുക്കൾ നിൽപ്പുണ്ട്. പേട് കെ ഊപ്പർ ചിടിയാ ഹെ, മരത്തിന് മുകളിൽ കിളികളുണ്ട്. ഇസ്കെ അലാവ, അതുകൂടാതെ, ചിത്രമേ, ചിത്രത്തിൽ, ഏക് ഘർ, ഒരു വീട്, കുച്ച് പൗധെ, കുറച്ചു ചെടികൾ, ആദി ഭി ഹെ, എന്നിവയുമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഈ പക്ഷി ഓർ ജാൻവർ ക്യോ ഏസേ ഖഡേ ഹെ? പക്ഷി, പക്ഷികൾ, ജാൻവർ, മൃഗങ്ങൾ, ഖഡ, നിൽക്കുക. ഈ പക്ഷികളും മൃഗങ്ങളും എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഉത്തരം, ഓടക്കുഴലിന്റെ മധുരമുള്ള സ്വരം കേൾക്കാൻ വേണ്ടിയാണ് ഈ പക്ഷികളും മൃഗങ്ങളും ഇപ്രകാരം നിൽക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഹിന്ദിയിലേക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബാൻസുരി കാ മധുർ സ്വർ, ഓടക്കുഴലിന്റെ മധുരമുള്ള സ്വരം, സുനനെ കെ ലിയെ, കേൾക്കുവാൻ വേണ്ടിയാണ് ഈ പക്ഷി ഓർ ജാൻവർ ഏസേ ഖഡേ ഹെ, ഈ പക്ഷികളും മൃഗങ്ങളും ഇപ്രകാരം നിൽക്കുന്നത്. അടുത്ത ചോദ്യം. ക്യാ ആപ് ജാൻതേ ഹെ യെ കോൻ ഹെ? ക്യാ, എന്ത്. ആപ്, നിങ്ങൾ. ജാന്ന, അറിയുക. കോൻ, ആര്. എന്താ നിങ്ങൾക്കറിയാമോ ഇത് ആരാണെന്ന്? ഇതിനുത്തരം ലഭിക്കണമെങ്കിൽ താഴെയുള്ള ബോക്സ് വായിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് താഴെയുള്ള ബോക്സ് ഒന്ന് വായിക്കാം. മധുർ സ്വർ ബാൻസുരി കാ ഗൂഞ്ച് രഹാ ഥാ. മധുർ, മാധുര്യമുള്ള, സ്വർ, സ്വരം, ഗൂഞ്ച്ന, മുഴങ്ങുക. ഓടക്കുഴലിന്റെ മാധുര്യമുള്ള സ്വരം മുഴങ്ങിക്കൊണ്ടിരുന്നു. മനു കെ മൻ മേ ജബ് ഖുഷി ആ ജായേ. ജബ്, എപ്പോൾ. ഖുഷി, സന്തോഷം. മനുവിന്റെ മനസ്സിൽ എപ്പോഴാണോ സന്തോഷം വരുന്നത്? ഘം ആ ജായേ. ഘം, ദുഃഖം, ദുഃഖം വരുന്നത്. പൂരെ ഗാവ് മേ ബാൻസുരി കി മീഠി ആവാസ് ഗൂഞ്ച്തി. പൂര, മുഴുവൻ. ഗാവ്, ഗ്രാമം. മീഠി, മധുരമുള്ള. ആവാസ്, ശബ്ദം. ഗൂഞ്ച്ന, മുഴങ്ങുക. ഗ്രാമം മുഴുവൻ ഓടക്കുഴലിന്റെ മധുരമുള്ള ശബ്ദം മുഴങ്ങും. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂട്ടുകാർക്ക് ലഭിച്ചില്ലേ? ഓടക്കുഴൽ വായിക്കുന്ന കുട്ടിയുടെ പേരാണ് മനു. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം ഹിന്ദിയിൽ ഇപ്രകാരമാണ് എഴുതേണ്ടത്.
യഹ് മനു ഹെ, ഇത് മനുവാണ് എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഇനി ഈ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് വരാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു കഥയാണ്. കഥയുടെ തുടക്കത്തിൽ ഒരു ചോദ്യം കാണുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ക്യാ ആപ് ജാൻനാ ചാഹത്തെ ഹെ कि मनु का बांसुरी से क्या संबंध है? क्या എന്ത്, ആപ് നിങ്ങൾ, ജാന്ന അറിയുക, ചാഹ്ന ആഗ്രഹിക്കുക, സംബന്ധ് ബന്ധം. എന്താ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവോ? മനുവിന് ഓടക്കുഴലിനോടുള്ള ബന്ധം എന്താണെന്ന്? അതറിയാനായി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേരാണ് മനു ഓർ ബാൻസുരി, മനുവും ഓടക്കുഴലും. മനു കി ഏക് ബാൻസുരി ഹെ. ഏക് ഒന്ന്, ബാൻസുരി ഓടക്കുഴൽ. മനുവിനൊരു ഓടക്കുഴലുണ്ട്. സുന്ദർ ഔർ ജാദുയി ബാൻസുരി. സുന്ദർ സുന്ദരമായ, ജാദുയി മാന്ത്രികമായ, സുന്ദരവും മാന്ത്രികവുമായ ഓടക്കുഴൽ. ഗാവ് കെ ഹരി ഘാസ് ഭരെ മൈദാൻ മേ. ഗാവ് ഗ്രാമം, ഹര പച്ച, ഘാസ് പുല്ല്, ഭര നിറഞ്ഞ, മൈദാൻ മൈതാനം. ഗ്രാമത്തിലെ പച്ചപ്പുല്ല് നിറഞ്ഞ മൈതാനത്തിൽ ജബ് വഹ് ബാൻസുരി ബജാത്ത. ജബ് എപ്പോൾ, ബജാന വായിക്കുക മീട്ടുക എന്നൊക്കെയാണ് അർത്ഥം. എപ്പോഴാണോ അവൻ ഓടക്കുഴൽ വായിക്കുന്നത്. കോയിൽ മോർ ആദി ചിടിയാ, हिरण खरगोश जैसे जानवर उसके चारों ओर इकट्ठे होते. കോയിൽ കുയിൽ, മോർ മയിൽ, ആദി തുടങ്ങിയ, ചിടിയ പക്ഷികൾ, ഹിരൺ മാൻ, ഖർഗോഷ് മുയൽ, ജേസെ പോലുള്ള, ജാൻവർ മൃഗങ്ങൾ, ചാരോ ഓർ നാലുപാടും, ഇക്കട്ട ഹോന ഒത്തുചേരുക. കുയിൽ മയിൽ തുടങ്ങിയ പക്ഷികൾ, മാൻ മുയൽ പോലുള്ള മൃഗങ്ങൾ അവന്റെ നാലുപാടും ഒത്തുചേരും. ഉസ്കി മീഠി ആവാസ് മേ സാരാ ഗാവ് ജൂം ഉഠ്ത. മീഠി മധുരമുള്ള, ആവാസ് ശബ്ദം, സാര മുഴുവൻ, ഗാവ് ഗ്രാമം, ജൂമുഡ്ന സന്തോഷത്തിൽ മുഴുകുക. അവന്റെ മധുരമുള്ള ശബ്ദത്തിൽ ഗ്രാമം മുഴുവൻ സന്തോഷത്തിൽ മുഴുകും. സാരാ ഗം പിഘൽ ജാത്ത. ഗം ദുഃഖം, പിഘൽ ജാന അലിഞ്ഞു ചേരുക, മുഴുവൻ ദുഃഖവും അലിഞ്ഞു ചേരും. മനു ഓർ ബാൻസുരി കാ അട്ടൂട്ട് സംബന്ധ്. അട്ടൂട്ട് തകരാത്ത, സംബന്ധ് ബന്ധം. മനുവിന്റെയും ഓടക്കുഴലിന്റെയും തകരാത്ത ബന്ധം. ഹർ പൽ ദോനോ ഏക് സാത്ത്. ഹർ പൽ ഓരോ നിമിഷവും, ദോനോ രണ്ടുപേരും, ഏക് സാത്ത് ഒന്നിച്ച്, എപ്പോഴും രണ്ടുപേരും ഒന്നിച്ച്. കഥയുടെ തുടക്കത്തിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം കൂട്ടുകാർക്ക് ലഭിച്ചില്ലേ? മനുവും ഓടക്കുഴലും തമ്മിലുള്ള ബന്ധം തകരാത്ത ബന്ധമാണ്. അവ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണ് ഉണ്ടാവുക. ആ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് ഹിന്ദിയിലേക്ക് എഴുതാമെന്ന് നമുക്ക് നോക്കാം. മനു കാ ബാൻസുരി സെ അട്ടൂട്ട് സംബന്ധ് ഹെ. മനുവിന് ഓടക്കുഴലിനോട് തകരാത്ത ബന്ധമാണുള്ളത്. ഹർ പൽ ദോനോ ഏക് സാത്ത്. എപ്പോഴും രണ്ടുപേരും ഒന്നിച്ച്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഖുഷി കാ ദിൻ ഥാ. ഖുഷി സന്തോഷം, ദിൻ ദിവസം, സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. നദി കെ കിനാരെ മനു ബാൻസുരി ബജാത്തെ ബജാത്തെ ചൽ രഹാ താ. കിനാര കര, ബജാന മീട്ടുക വായിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നദിക്കരയിലൂടെ മനു ഓടക്കുഴൽ വായിച്ചു വരികയായിരുന്നു. ചൽത്തെ ചൽത്തെ ഉസ്കാ പൈർ ഫിസൽ ഗയാ. ചൽന നടക്കുക, പൈർ കാൽ, ഫിസൽന തെന്നുക. നടന്ന് നടന്ന് അഥവാ നടത്തത്തിനിടയിൽ അവന്റെ കാൽ തെന്നിപ്പോയി. ബാൻസുരി നദിമേ ഗിർ പടി. ഗിർന വീഴുക. ഓടക്കുഴൽ നദിയിൽ വീണു.
बहती बहती वह एक पत्थर से टकराकर रुक गई. ബഹന ഒഴുകുക, പത്തർ കല്ല്, ടക്കരാന തട്ടുക, റുക്ന നിൽക്കുക. ഒഴുകി ഒഴുകി ഓടക്കുഴൽ ഒരു കല്ലിൽ തട്ടിയിട്ട് നിന്നു. കഥയ്ക്ക് താഴെ നദിയിൽ വീണ ഓടക്കുഴൽ കല്ലിൽ തട്ടി നിൽക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത പേജിലേക്ക് വരാം. കല്ലും ഓടക്കുഴലും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോത്തി ക്യോ, റോന കരയുക, ക്യോ എന്തിന്, റോത്തി ക്യോ എന്തിനാണ് കരയുന്നത്. നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. പത്തർ അഥവാ കല്ല്. വാഹ് അച്ചി ലഗ്തി ഹോ, റോത്തി ക്യോ. വാഹ് എന്നൊക്കെയുള്ളത് നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് വാഹ് എന്നുള്ളത്. അച്ച നല്ല, ലഗ്ന തോന്നുക. വാ നല്ലതായി തോന്നുന്നല്ലോ, എന്തിനാണ് കരയുന്നത്. ബാൻസുരി ഓടക്കുഴൽ. ഹായ് മേ ആഫത്ത് മേ പഡ് ഗയി. അതുപോലെ തന്നെ ഹായ് എന്നുള്ളത് എന്തെങ്കിലും അപകടം ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുഃഖമൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്, ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ആഫത്ത് ആപത്ത്, പഠന പെട്ടുപോവുക. ആ ഞാൻ ആപത്തിൽ പെട്ടുപോയി. പത്തർ കല്ല്. ക്യാ ഹുവാ എന്ത് പറ്റി. ബാൻസുരി ഓടക്കുഴൽ. മനു ആജ് ബഹുത് ഖുഷ് ഥാ. ആജ് ഇന്ന്, ബഹുത് വളരെ, ഖുഷ് സന്തോഷം. മനു ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. പ്യാർ സെ മുझे ബജാത്തെ ചൽ രഹാ ഥാ. പ്യാർ സ്നേഹം, ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം. സ്നേഹത്തോടെ എന്നെ മീട്ടിക്കൊണ്ട് വരികയായിരുന്നു. അചാനക് വ ഫിസൽക്കർ ഗിർ ഗയ. അചാനക് പെട്ടെന്ന്, ഫിസൽന തെന്നുക വഴുതുക എന്നൊക്കെയാണ് അർത്ഥം. ഗിർന വീഴുക. പെട്ടെന്ന് അവൻ വഴുതി വീണു. മേ ചൂട്ട്കർ പാനി മേ ഘിരി. ചൂട്ട്ന വേർപെടുക, വിട്ടുപോവുക എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ പിടിവിട്ട് വെള്ളത്തിൽ വീണു. മുझे ബച്ചാവോ, ബച്ചാന രക്ഷിക്കുക. മുझे ബച്ചാവോ എന്നെ രക്ഷിക്കൂ. പത്തർ കല്ല്. कैसे बचाओ, मैं चल नहीं सकता, लेकिन हाँ कुछ कर सकता हूँ. कैसे എങ്ങനെ, ലേക്കിൻ എന്നാൽ, എങ്ങനെ രക്ഷിക്കാനാ, എനിക്ക് ചലിക്കാനാകില്ലല്ലോ, എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം. ബാൻസുരി ഓടക്കുഴൽ. ക്യാ എന്ത്. പത്തർ കല്ല്. मैं नदी से कहूँ वह तुम्हें रास्ता दिखा दे और तुम्हें किनारे पहुंच जाए. രാസ്ത വഴി, ദിഖാ ദേന കാണിച്ചു തരിക, കിനാര കര, പഹുഞ്ചാന എത്തിക്കുക. ഞാൻ നദിയോട് പറയാം, അത് നിന്നെ വഴി കാണിക്കുകയും നിന്നെ കരയിൽ എത്തിക്കുകയും ചെയ്യും. താഴെയുള്ള ചോദ്യം ഒന്ന് വായിക്കാം. പത്തറിനെ നദി സേ ക്യാ ക്യാ കഹാ ഹോഗ. പത്തർ കല്ല്. ക്യാ എന്ത്. കഹന പറയുക. കല്ല് നദിയോട് എന്തെല്ലാമാകും പറഞ്ഞിട്ടുണ്ടാവുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് എഴുതി നോക്കാം. ഹേ നദി, യേ ബെച്ചാര പാനി മേ ഗിർ ഗയി. ബെച്ചാര പാവം, ഗിർന വീഴുക. നദി ഈ പാവം വെള്ളത്തിൽ വീണുപോയി. തും ഇസേ രാസ്ത ദിഖാതെ ഔർ കിനാരെ പഹുഞ്ചായേ. രാസ്ത വഴി, ദിഖാദേന കാണിച്ചു തരുക അല്ലെങ്കിൽ കാണിച്ചു നൽകുക എന്നൊക്കെയാണ് അർത്ഥം. കിനാര കര, പഹുഞ്ചാന എത്തിക്കുക. നീ ഇതിനെ അഥവാ നീ ഇതിന് വഴി കാണിക്കുകയും കരയിലെത്തിക്കുകയും ചെയ്യൂ. അടുത്ത പേജ് നോക്കാം. ബാൻസുരി ആകെ ബഹനെ ലഗി. ആകെ മുന്നോട്ട്, ബഹന ഒഴുകുക. ഓടക്കുഴൽ മുന്നോട്ട് ഒഴുകി തുടങ്ങി. മനു ഉസി ദിശാ മേ ദൗഡ് രഹാ താ. ദൗഡ്ന ഓടുക. മനു അതേ ദിശയിൽ ഓടിക്കൊണ്ടിരുന്നു.
दोनों आपस में देखकर आहें भरते रहे. ആപ്പസ് അടുത്ത്, ദേഖ്ന കാണുക, ആഹേം ഭർണ നെടുവീർപ്പിടുക. രണ്ടുപേരും അടുത്തു കണ്ടപ്പോൾ നെടുവീർപ്പിട്ടു. ഓഹ് യേ കേസി പീഡാ ഹെ, കാശ്. ഓഹ് എന്നുള്ളത് നമ്മൾ മലയാളത്തിലൊക്കെ വേദനിക്കുമ്പോൾ ആ എന്ന എക്സ്പ്രഷൻ ഇടുന്ന പോലെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വേദനിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് ഓഹ് എന്നുള്ളത്. കേസ എങ്ങനെ, പീഡ വേദന, കാശ് എന്നാൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഒരു വേർഡാണ് കാശ്. ആ ഇതെന്തൊരു വേദനയാണ്, സംഭവിച്ചിരുന്നെങ്കിൽ. അതിന് താഴെയായി ഓടക്കുഴൽ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതിന് താഴെ ഒരു ചോദ്യം കാണുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. ബാൻസുരി ने उस समय क्या सोचा होगा? क्या എന്ത്, സോച്ന ചിന്തിക്കുക. ഓടക്കുഴൽ ആ സമയത്ത് എന്തെല്ലാമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അതെന്താണെന്നറിയാനായി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓടക്കുഴൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പേജിൽ നൽകിയിരിക്കുന്നത്. ഓഹ് യേ കേസി പീഡാ ഹെ, കാശ്. ആ ഇതെന്തൊരു വേദനയാണ്, സംഭവിച്ചിരുന്നെങ്കിൽ. മനു കെ ഹാത്ത് ലഗ് ജാത്തി, ഹാത്ത് കൈ, ലഗ് ജാന എത്തിച്ചേരുക, മനുവിന്റെ കയ്യിൽ എത്തിച്ചേർന്നെങ്കിൽ. ബീത്തെ ദിൻ കിത്തനെ പ്യാരെ ഥേ, ബീത്ത കഴിഞ്ഞ, ദിൻ ദിവസം, കിത്തന എത്ര, കഴിഞ്ഞ ദിനങ്ങൾ എത്ര മനോഹരമായിരുന്നു. മനു കെ സാത്ത് സാരി ദുനിയ മുझे പ്യാർ കർത്തി ഥി, സാത്ത് കൂടെ, സാര മുഴുവൻ, ദുനിയ ലോകം, പ്യാർ കർണ സ്നേഹിക്കുക. മനുവിനോടൊപ്പം മുഴുവൻ ലോകവും എന്നെ സ്നേഹിച്ചിരുന്നു. ക്യാ വ ഖുഷി ലൗട്ട് ആയേഗി, ക്യാ എന്ത്, ഖുഷി സന്തോഷം, ലൗട്ടാന തിരിച്ചു വരിക, എന്താ ആ സന്തോഷം തിരിച്ചു വരുമോ. ആകെ ക്യാ ഹുവാ ഹോഗാ, മുന്നോട്ട് എന്തുണ്ടായി കാണും. ബഹത്തി ബാൻസുരി കി ഹാലത്ത് ക്യാ ഹോഗി, ഹാലത്ത് അവസ്ഥ, ഒഴുകുന്ന ഓടക്കുഴലിന്റെ അവസ്ഥ എന്തായി കാണും. ക്യാ മനു ഓർ ബാൻസുരി മിലേ ഹോങ്കെ, മിൽന കണ്ടുമുട്ടുക, എന്താ മനുവും ഓടക്കുഴലും കണ്ടുമുട്ടിയിട്ടുണ്ടാകുമോ. ഹാത്തോ ക്യാ ഹുവാ ഹോഗാ, കണ്ടുമുട്ടിയെങ്കിൽ എന്തുണ്ടായി കാണും. നെഹീത്തോ ക്യാ ഹുവാ ഹോഗാ, കണ്ടുമുട്ടിയില്ലെങ്കിൽ എന്തുണ്ടായി കാണും. ഇവിടെ കൂട്ടുകാർക്ക് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് കഥ പൂർത്തിയാക്കാവുന്നതാണ്. ധീരെ ധീരെ ബാൻസുരി ബഹക്കർ കിനാരെ പഹുഞ്ചി, ധീരെ പതുക്കെ, ബഹന ഒഴുകുക, കിനാര കര, പഹുഞ്ച എത്തി, പതുക്കെ പതുക്കെ ഓടക്കുഴൽ ഒഴുകിയിട്ട് കരയിലെത്തി. മനുവിനെ ബാൻസുരി ഉഡാലി, മനു ഓടക്കുഴൽ എടുത്തു. ദോനോ ബഹുത് ഖുഷ്, ദോനോ രണ്ടുപേരും, ബഹുത് വളരെ, ഖുഷ് സന്തോഷം, രണ്ടുപേർക്കും വളരെ സന്തോഷം. ഫിർ ബാൻസുരി സെ ബഹനെ ലഗ വഹി അനോഖ സംഗീത്, ഫിർ വീണ്ടും, അനോഖ വിചിത്രമായ, അതിവിചിത്രമായ സംഗീതം വീണ്ടും ഓടക്കുഴലിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. മനു മരത്തിന് മുകളിലിരുന്ന് ഓടക്കുഴൽ വായിക്കുന്നതും കിളികളും മൃഗങ്ങളും മനുവിന്റെ ചുറ്റിലും കൂടിയിരിക്കുന്ന ചിത്രവുമാണ് നമുക്ക് ഈ പേജിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ യൂണിറ്റിലെ 4ാമത്തെ പാഠമായ ബാൻസുരി എന്ന കവിതയാണ്. ആദ്യം തന്നെ നമ്മൾക്ക് കവിത ഒന്ന് മൊത്തമായി ചൊല്ലി നോക്കാം. ബാൻസുരി. ബാൻസുരി മേരി പ്യാരി കിത്തനി मीठे राग सुनाती, चंचल चंचल दुनिया सारी ताल उसी का लेती, कोयल रानी चुपके आते गीत मधुर अपनाती, मनहर तितली फूल छोड़ के धुन में लीन हो जाती, कलगल करती बहती नदियां अनहद में खो जाती, मीठे राग सुनाती बांसुरी सबका दिल बहलाती.
ഇനി നമ്മൾക്ക് ഓരോരോ സ്റ്റാൻസയായിട്ട് വരികളുടെ അർത്ഥം പറയാം. ആദ്യത്തെ സ്റ്റാൻസ, ബാൻസുരി മേരി പ്യാരി കിത്നി മീഠേ രാഗ സുനാത്തി, ചഞ്ചൽ ചഞ്ചൽ ദുനിയാ സാരി താൽ ഉസി കാ ലേത്തി. ബാൻസുരി മേരി പ്യാരി കിത്നി മീഠേ രാഗ സുനാത്തി. ബാൻസുരി ഓടക്കുഴല്, മേരി എൻ്റെ, പ്യാരി കിത്നി, പ്യാരി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടത്, സുന്ദരമായത് എന്നൊക്കെയാണ് അർത്ഥം. ബാൻസുരി മേരി പ്യാരി കിത്നി, എൻ്റെ ഓടക്കുഴല് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ സുന്ദരമാണെന്നോ. മീഠേ രാഗ സുനാത്തി, മീഠേ മധുരമുള്ള, രാഗ് രാഗം അല്ലെങ്കിൽ പാട്ട്, സുനാത്തി കേൾപ്പിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? എൻ്റെ ഓടക്കുഴല് എത്രത്തോളം സുന്ദരമാണെന്നോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടതാണെന്നോ. കാരണം എന്താണ്? അത് നല്ല മധുരമുള്ള പാട്ടുകളാണ് എന്നെ കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്നത് വളരെ മധുരമുള്ള ഗാനങ്ങളാണ്. ചഞ്ചൽ ചഞ്ചൽ ദുനിയാ സാരി താൽ ഉസി കാ ലേത്തി. ചഞ്ചൽ എന്ന് വെച്ചാൽ ചലിക്കുന്ന, ഇളകുന്ന അല്ലെങ്കിൽ എപ്പോഴും മാറുന്ന. ചഞ്ചൽ ചഞ്ചൽ ദുനിയാ സാരി, ദുനിയ ലോകം, സാരി മുഴുവൻ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകം മുഴുവനും. താൽ ഉസി കാ ലേത്തി, താൽ താളം, ഉസി കാ ലേത്തി, ഉസി കാ ലേത്തി എന്ന് വെച്ചാൽ അതിൻ്റെയാണ് എടുക്കുന്നത്. ഈ വരിയിൽ എന്താ പറയുന്നത്? ഈ ചലിക്കുന്ന ലോകം മുഴുവനും ഏതിൻ്റെ താളമാണ് എടുക്കുന്നത്? ഈ ഓടക്കുഴലിന്റെ താളമാണ് എടുക്കുന്നത്. ഈ ലോകം, ഈ മാറി മറിയുന്ന ലോകം പോലും ഈ ഓടക്കുഴലിന്റെ താളത്തിനനുസരിച്ചാണ് ചലിക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസ നോക്കാം. കോയൽ റാണി ചുപ്കെ ആക്കെ ഗീത് മധുർ അപ്നാത്തി, മൻഹർ തിതലി ഫൂൽ ചോടുക്കെ ധുൻമേം ലീൻ ഹോ ജാത്തി. കോയൽ റാണി ചുപ്കെ ആക്കെ ഗീത് മധുർ അപ്നാത്തി. കോയൽ കുയില്, കോയൽ റാണി കുയിൽ റാണി, ചുപ്കെ ആക്കെ, ചുപ്കെ മിണ്ടാതെ, ആക്കെ വന്നിട്ട്, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വന്നിട്ട്. ഗീത് മധുർ അപ്നാത്തി, ഗീത് പാട്ട്, മധുർ മധുരമുള്ള, അപ്നാന സ്വന്തമാക്കുക, അപ്നാത്തി സ്വന്തമാക്കി. കുയിൽ റാണി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വന്നിട്ട് ഈ മധുരമുള്ള പാട്ട് സ്വന്തമാക്കി. നമുക്കറിയാം കുയിലിന്റെ പാട്ട് തന്നെ എത്രത്തോളം മാധുര്യമേറിയതാണ്. ആ കുയിൽ വരെ ഈ ഓടക്കുഴലിന്റെ പാട്ടിന്റെ മാധുര്യം കൊണ്ട് അത് സ്വന്തമാക്കാനായി ഒളിച്ചു വന്നു എന്നാണ് പറയുന്നത്. മൻഹർ തിത്തലി പൂൽ ചോടുക്കെ ധുൻമേം ലീൻ ഹോ ജാത്തി. മൻഹർ മനോഹരമായ, തിത്തലി പൂമ്പാറ്റ, ഫൂൽ പൂവ്, ചോടുക്കെ ഉപേക്ഷിച്ചിട്ട്, ധുൻമേം ലീൻ ഹോ ജാത്തി. ധുൻ ലയം, ധുൻമേം ലയത്തിൽ, ലീൻ ഹോ ജാത്തി, ലീൻ ഹോ ജാന പറഞ്ഞാൽ അലിഞ്ഞു പോവുക, ലീൻ ഹോ ജാത്തി അലിഞ്ഞു പോവും. എന്താ പറയുന്നേ? മനോഹരമായ പൂമ്പാറ്റകൾ പോലും പൂക്കൾ ഉപേക്ഷിച്ചിട്ട് ഇതിന്റെ ലയത്തിൽ അലിഞ്ഞുപോയി, ഈ ഓടക്കുഴലിന്റെ ലയത്തിൽ അലിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. നമുക്കറിയാം പൂമ്പാറ്റകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പൂക്കളുടെ തേന്. അവര് ആ പൂക്കളെ ഉപേക്ഷിച്ചിട്ട് ഈ ഓടക്കുഴലിന്റെ നാദത്തില് അലിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. നമുക്കറിയാം പൂമ്പാറ്റകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പൂക്കളുടെ തേന്. അവരെന്ത് ചെയ്തു? ആ പൂക്കളുടെ ഉപേക്ഷിച്ചിട്ട് ഈ ഓടക്കുഴലിന്റെ നാദത്തില് അലിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസ നോക്കാം. കൽക്കൽ കർത്തി ബഹത്തി നദിയാം അൻഹദ് മേ ഖോ ജാത്തി, മീഠേ രാഗ സുനാത്തി ഭാൻസുരി സബ്കാ ദിൽ ബഹലാത്തി. കൽക്കൽ കർത്തി ബഹത്തി നദിയാം അൻഹദ് മേ ഖോ ജാത്തി. ബഹത്തി ഒഴുകുന്ന, നദിയാം നദികള്, കളകള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്ന നദികള്. അൻഹദ് മേ ഖോ ജാത്തി, അൻഹദ് അലൗകിക നാദം, ഖോജാന നഷ്ടമാവുക അല്ലെങ്കിൽ കാണാതാവുക എന്നൊക്കെയാണ് ശരിക്കുള്ള അർത്ഥം. പക്ഷേ ഇവിടെ വരുന്ന അർത്ഥം അതിൽ അലിഞ്ഞു പോവുക, മുഴുകുക എന്നൊക്കെയാണ്. നദികള്, കളകള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്ന നദികള് പോലും ഈ ഓടക്കുഴലിന്റെ അലൗകിക നാദത്തില്
അലിഞ്ഞുപോയി എന്നാണ്. മീഠേ രാഗ് സുനാത്തി ബാൻസുരി സബ്കാ ദിൽ ബഹലാത്തി. മീഠേ മധുരമുള്ള, രാഗ് രാഗം അല്ലെങ്കിൽ പാട്ട്, സുനാത്തി ബാൻസുരി കേൾപ്പിക്കുന്ന ഓടക്കുഴല്, സബ്കാ ദിൽ ബഹലാത്തി സബ്കാ എല്ലാവരുടെയും, ദിൽ ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, ബഹലാന സന്തോഷിപ്പിക്കുക. നല്ല മധുരമുള്ള ഗാനങ്ങൾ കേൾപ്പിച്ചിട്ട് കൊണ്ട് ഓടക്കുഴൽ എന്താ ചെയ്യുന്ന, എല്ലാവരുടെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കവിത മനസ്സിലായില്ലേ? ഈ കവിതയില് ഓടക്കുഴലിൽ നിന്നും വരുന്ന നാദത്തിന്റെ മാധുര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് എപ്രകാരമാണോ ഈ മുഴുവൻ ലോകത്തിനെ ആനന്ദിപ്പിക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുയിലും പൂമ്പാറ്റയും നദികളും മറ്റ് ജീവജാലങ്ങളും, ഈ ലോകത്തിലെ മറ്റ് ജീവജാലങ്ങളും എപ്രകാരമാണോ ഈ ഓടക്കുഴലിന്റെ അലൗകിക നാദത്തിൽ മുഴുകി പോകുന്നത്, അലിഞ്ഞു ചേരുന്നത് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ചുനേം. ചുനേം എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കൂ. ഓടക്കുഴലിന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാലോ. നമ്മൾ ആ കഥയിൽ വായിച്ചില്ലേ? അതിനെ ആധാരമാക്കിയിട്ടാണ് ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇവിടെ നമുക്കൊരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വാക്യം പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിൽ ആജ് എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അതിന് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിൽ ഏതാണോ ശരിയായ ഓപ്ഷൻ എന്ന് നമ്മൾ ടിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. 4 ഓപ്ഷനാണ്. ഖുഷി കാ ദിൻ ഥാ, സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പ്രതീക്ഷ കാ ദിൻ ഥാ, പ്രതീക്ഷ എന്ന് വെച്ചാൽ കാത്തിരിക്കുക. പ്രതീക്ഷ കാ ദിൻ ഥാ, കാത്തിരിപ്പിന്റെ ദിവസമായിരുന്നു. അടുത്ത ഓപ്ഷൻ ജോഷ് കാ ദിൻ ഥാ. ജോഷ് എന്ന് വെച്ചാൽ ആവേശം എന്നാണ് അർത്ഥം. ആവേശത്തിന്റെ ദിവസമായിരുന്നു. ദുഃഖ് കാ ദിൻ ഥാ, ദുഃഖമുള്ളൊരു ദിവസമായിരുന്നു. ഇതില് ശരിയായ ഉത്തരം ഖുഷി കാ ദിൻ ഥാ എന്നതാണ്. ഇതിലെ രണ്ടാമത്തെ ചോദ്യം സബേരെ മനു കെ ഹാത്ത് സേ. സബേരെ രാവിലെ, മനു കെ ഹാത്ത് സേ മനുവിന്റെ കയ്യിൽ നിന്ന്. രാവിലെ മനുവിന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴലിന് എന്താണ് സംഭവിച്ചത്? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇതിന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ശരിയായ ഓപ്ഷൻ ടിക്ക് ചെയ്യണം. ആദ്യത്തേത് മേം ഉടുകയി. ഉടുന എന്ന് വെച്ചാൽ പറക്കുക. മേം ഉടുകയി, ഞാൻ പറന്നുപോയി. രണ്ടാമത്തെ ഓപ്ഷൻ മേം ഫിസൽ ഗയി. ഫിസൽന എന്ന് വെച്ചാൽ വഴുതുക എന്നൊക്കെയാണ് അർത്ഥം. മേം ഫിസൽ ഗയി, ഞാൻ വഴുതിപ്പോയി. മൂന്നാമത്തെ ഓപ്ഷൻ മേം ബച്ച് ഗയി. ബച്ന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക എന്നാണ് അർത്ഥം. മേം ബച്ച് ഗയി, ഞാൻ രക്ഷപ്പെട്ടു. നാലാമത്തെ ഓപ്ഷൻ മേം ലുട്ട് ഗയി. ലുട്ടുന എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക എന്നാണ്. മേം ലുട്ട് ഗയി, ഞാൻ കൊള്ളയടിക്കപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു. ഇതിലെ ശരിയായ ഉത്തരം മേം ഫിസൽ ഗയി എന്നാണ്. അടുത്ത ചോദ്യം ബഹത്തെ ബഹത്തെ മേം. ഒഴുകി ഒഴുകി ഞാൻ. ബഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക. ബഹത്തെ ബഹത്തെ മേം, ഒഴുകി ഒഴുകി ഞാൻ. ഇതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ ഡൂബ് ഗയി. ഡൂബന പറഞ്ഞാൽ മുങ്ങുക. ഡൂബ് ഗയി, മുങ്ങിപ്പോയി. രണ്ടാമത്തെ ഓപ്ഷൻ സാഗർ പഹുഞ്ചി. സാഗർ എന്ന് വെച്ചാൽ കടൽ. പഹുഞ്ചി എത്തിച്ചേർന്നു. സാഗർ പഹുഞ്ചി, കടലിൽ എത്തിച്ചേർന്നു. മൂന്നാമത്തെ ഓപ്ഷൻ മനു കെ പാസ് പഹുഞ്ചി. മനു കെ പാസ്, മനുവിന്റെ അടുത്ത്. പഹുഞ്ചി എത്തിച്ചേർന്നു. മനുവിന്റെ അടുത്ത് എത്തിച്ചേർന്നു. നാലാമത്തെ ഓപ്ഷൻ ഘർ പഹുഞ്ചി. ഘർ വീട്, പഹുഞ്ചി എത്തിച്ചേർന്നു. വീട്ടിൽ എത്തിച്ചേർന്നു. ഇതിൽ ശരിയായ ഉത്തരാണ് മനു കെ പാസ് പഹുഞ്ചി. മനുവിന്റെ അടുത്ത് എത്തിച്ചേർന്നു. നദിയിലൂടെ ഒഴുകി ഒഴുകി ഓടക്കുഴല് മനുവിന്റെ അടുത്തല്ലേ എത്തിച്ചേർന്നത്? അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അബ് ബാൻസുരി കെ മനമേം ക്യാ ക്യാ വിചാർ ഹോങ്കെ. അബ് ഇപ്പോൾ, ബാൻസുരി കെ മനമേം ഓടക്കുഴലിന്റെ മനസ്സിൽ, ക്യാ ക്യാ വിചാർ ഹോങ്കെ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടായിരിക്കുക? ആജ് കാ ദിൻ ബാൻസുരി കോ കേസാ ലഗാ ഹോഗാ. ആജ് കാ ദിൻ ഇന്നത്തെ ഈ ദിവസം
ബാൻസുരിക്കോ ഓടക്കുഴലിന് കേസാ ലഗാ ഹോഗ എങ്ങനെയുള്ളതായിരുന്നു? ഇന്നത്തെ ദിവസം ഓടക്കുഴലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ളതായിരുന്നു? ബാൻസുരി കാ അനുഭവ് ഡയറി കെ രൂപമേം ലിഖേ. ഓടക്കുഴലിന്റെ അനുഭവം ഡയറിയുടെ രൂപത്തിൽ എഴുതൂ. ഈ ചോദ്യത്തില് നമ്മളോട് ഓടക്കുഴലിന്റെ അന്നത്തെ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറയുന്നത്. ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ നമ്മളൊരു ബോക്സ് വരയ്ക്കണം. ബോക്സിനുള്ളിൽ വലത് ഭാഗത്തായിട്ട് ഡേറ്റ് എഴുതണം. ഏത് ദിവസമാണോ അത് എഴുതണം. എന്നാൽ നമുക്ക് ഈ ഡയറി ഒന്ന് എഴുതി നോക്കാം. ആജ് ദുഃഖ കാ ദിൻ ഥാ. ഇന്ന് വളരെ ദുഃഖപൂർണമായ ഒരു ദിവസമായിരുന്നു. നദി കെ കിനാരെ മനു മുझे ബജാത്തെ ചൽ രഹാ ഥാ. നദി കെ കിനാരെ നദിക്കരയിലൂടെ മനു മുझे ബജാത്തെ ചൽ രഹാ ഥാ. മനു എന്നെ വായിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ചലത്തെ ചലത്തെ ഉസ്കാ പയർ ഫിസൽ ഗയാ. ചലത്തെ ചലത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉസ്കാ പയർ അവന്റെ കാല് ഫിസൽ ഗയാ വഴുതിപ്പോയി. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കാല് വഴുതിപ്പോയി. മേം നദി മേം ഗിർ പടി. ഗിർന വീഴുക. ഞാൻ നദിയിലേക്ക് വീണു. ബഹത്തി ബഹത്തി മേം എക് പത്തർ സെ ടക്കരാക്കർ രുക് ഗയി. ബഹത്തി ബഹത്തി ഒഴുകി ഒഴുകി ഞാൻ എക് പത്തർ സെ പത്തർ കല്ല് ഒരു കല്ലിനോട് ടക്കരാക്കർ കൂട്ടിമുട്ടി. ടക്കരാന എന്ന് വെച്ചാൽ കൂട്ടിമുട്ടുക, തട്ടുക എന്നൊക്കെയാണ് അർത്ഥം. രുക്കുകയി നിന്നു. ഒഴുകി ഒഴുകി അവസാനം ഞാനൊരു കല്ലിൽ തട്ടി നിന്നു. പത്ഥറിനെ നദി സെ മുझे रास्ता दिखाने और किनारे पहुंचाने के लिए कहा. പത്ഥറിനെ നദി സെ കല്ല് നദിയോട് മുझे रास्ता दिखाने എനിക്ക് രാസ്ത എന്ന് വെച്ചാൽ വഴി. രാസ്ത ദിക്കാനെ വഴി കാണിക്കാൻ. ഔർ കൂടാതെ കിനാരെ പഹുഞ്ചാനെ കെ ലിയെ കരയിൽ എത്തിക്കാനും കഹ പറഞ്ഞു. കല്ലെന്തു ചെയ്തു? നദിയോട് എനിക്ക് വഴി കാട്ടിത്തരാനും എന്നെ നദിക്കരയിലേക്ക് എത്തിക്കാനും പറഞ്ഞു. നദീനെ മുझे രാസ്ത ദിക്കാതി ഓർ കിനാരെ പഹുഞ്ചായ. രാസ്ത ദിക്കാതി എന്ന് വെച്ചാൽ വഴി കാട്ടിത്തന്നു. നദി എന്ത് ചെയ്തു? എനിക്ക് വഴി കാട്ടിത്തന്നു. എന്നിട്ട് എന്നെ കരയ്ക്കെത്തിച്ചു. अच्छा हुआ कि मैं पत्थर से टकराई वरना पता नहीं क्या हो जाता. अच्छा हुआ നന്നായി. എന്ത്? മേം പത്തർ സെ ടക്കറായി ഞാൻ കല്ലിനോട് കൂട്ടിമുട്ടിയത് അല്ലെങ്കിൽ കല്ലിൽ ചെന്ന് തട്ടിയത്. വർണ്ണ പതാ നഹി ക്യാ ഹോ ജാത്താ. വർണ്ണ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ, പതാ നഹി ക്യാ ഹോ ജാത്താ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് അറിയേയില്ല. ഞാൻ കല്ലിൽ ചെന്ന് തട്ടിയത് വളരെ നന്നായി, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് അറിയുകൂടി ഇല്ല. ആഖിർ മേം അപ്നെ മനു കെ പാസ് പഹുഞ്ച് ഗയി. ആഖിർ അവസാനം, മേം അപ്നെ ഞാൻ എൻ്റെ, മനു കെ പാസ് പഹുഞ്ച് ഗയി മനുവിൻ്റെ അടുത്ത് എത്തി. അവസാനം ഞാൻ എൻ്റെ മനുവിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു. അബ് മേം ബഹുത് ഖുശ് ഹൂം. അബ് ഇപ്പോൾ, ബഹുത് ഖുശ് ഹൂം വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ആജ് കാ യഹ് ദിൻ മേ കബി നഹി ഭൂലൂംഗി. ആജ് കാ യഹ് ദിൻ ഇന്നത്തെ ദിവസം, മേം ഞാൻ, കബി നഹി ഭൂലൂംഗി ഒരിക്കലും മറക്കില്ല. ഇന്നത്തെ ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ പാഠത്തിലെ അവസാനത്തെ ചോദ്യം, പരിചിത ശബ്ദം പർ ഗോല ലഗായേം ഓർ ലിഖേം. പരിചിതമായ വാക്കുകളെ കണ്ടെത്തിയിട്ട് ഗോല ലഗായേം എന്ന് വെച്ചാൽ വട്ടം വരയ്ക്കാം, ഓർ ലിഖേം എന്നിട്ട് എഴുതുക. ഇവിടെ ചതുരത്തിലെ നമുക്ക് ഒരുപാട് അക്ഷരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അക്ഷരങ്ങളെ യോജിപ്പിച്ചിട്ട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ വാക്കുകൾ കണ്ടെത്തിയിട്ട് അതിനെ റൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. റൗണ്ട് ചെയ്തിട്ട് താഴേക്ക് എടുത്തെഴുതാനാണ് ചോദ്യം. ചോദ്യത്തിൽ തന്നെ 2 വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാൻസുരിയും രണ്ടാമത്തത് ഖർഗോഷും. ഇതുപോലെ ബാക്കിയുള്ള വാക്കുകളെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്.
ഉത്തരം നോക്കാം. ഹാത്ത് കയ്യ്, മൈദാൻ മൈതാനം, കോയൽ കുയിൽ, ചിടിയ കിളി അല്ലെങ്കിൽ പക്ഷി, പേട് മരം, നദി നദി, ഹിരൺ മാൻ, മോർ മയിൽ. ഇതൊക്കെയാണ് ഈ ചതുരത്തിലുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള മറ്റ് വാക്കുകൾ. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാൻസുരി എന്ന ഈ യൂണിറ്റ് കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.